Yashodanandana Vrajadhana Ranjana Yashodanandana Vrajadhana Ranjana Yamuna Tira Vanachari Radha Madhava Kunjarihari Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare Hare Radha Madhava Ki Om Jnanatimirandasya Ananjana Salakya Chashurmilana Tasmai Sri Gurave Namaha Sri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupakata Mahyam Tadati Supadandiyam Vandeham Sri Guru Sri Uttavadagalam Sri Guru Vaishnavamsya Sri Rupam Sagrajadam Sahagana Raghunathan Vidam Kamsadevam Sadvedam Savadodam Parijana Sahitam Krishna Chaitanya Devam Sri Radha Krishna Vadam Sahagana Lilidam Sri Vishakha Vidamsa He Krishna Karuna Sindhu Dinabandho Jagatpade Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Namami Hari Priye Vanchakalpatarubhasya Kripa Sindhubhya cha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhaktivinoda Hare Krishna 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 Hare 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 Rama 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 Hare Hare Mukam Karoti Vachalam Pangam Yanghe Girim Vittavatamam Vande Paramanandam Sri Chaitanyeshwaram Sri Gurum Bhavataranam Om Namo Bhagavate Vasudevaya
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. അഭിചേത്സു ദുരാചാരോ അഭിചേത്സു ദുരാചാരോ അഭിചേത്സു ദുരാചാരോ ഭജതേ മാമനന്യവാക് ഭജതേ മാമനന്യവാക് ഭജതേ മാമനന്യവാക് സാധുരേവ സമന്തവ്യ സാധുരേവ സമന്തവ്യ സാധുരേവ സമന്തവ്യ സമ്യക് വിവസിതോ ഹി സ സമ്യക് വിവസിതോ ഹി സ സമ്യക് വിവസിതോ ഹി സ അഭിചേത്സു ദുരാചാരോ ഭജതേ മാമനന്യവാക് സാധുരേവ സമന്തവ്യ സമ്യക് വിവസിതോ ഹി സ. അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തൻ്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഒരാൾ അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തി ചെയ്താൽ പോലും പറയുന്നില്ല അഭിചേത്സു ദുരാചാരോ. അഭിച്ഛേദ് എന്ന് വെച്ചാൽ എന്നാൽ അഭിച്ഛേദ് സുദുരാചാരോ, വെറും ദുരാചാരനല്ല, ഏറ്റവും വലിയ ദുരാചാരനാണ്. സൂഹിക്കുമ്പോൾ ഡിഗ്രി കൂടുകയാണ് അല്ലേ. പ്രധാനം സുപ്രധാനം എന്ന് പറഞ്ഞാൽ എന്താകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അഭിച്ഛേദ് സുദുരാചാരോ, ഏറ്റവും വലിയ ദുരാചാരനായിരുന്നു. ആളെന്താ ചെയ്യുന്നത്? അഭിഷേക് ദുരാചാരം ഭജതേ മാം അനന്യവാക്. ഭജതേ മാം, എന്നെ ഭജിക്കുന്നു. അനന്യവാക്, ഒരു ഗതിചലനമില്ല എന്നർത്ഥം. അനന്യ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്ന് അന്യതല്ലാത്തത്, അന്യതല്ലാത്തത് എന്നർത്ഥം. അനന്യ, മറ്റൊന്നുമില്ലാതെ എന്നെ ഭജിക്കുകയാണെങ്കിൽ അഭിഷേക് ദുരാചാരോ ഭജതേമം അന്യവാക് സാധുരേവ. സാധുരേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സാധു തന്നെയാണ്. എന്താ സാധു എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ. എന്താ ശ്രേഷ്ഠത? ഭക്തൻ എന്നുള്ളതാണ് ശ്രേഷ്ഠൻ. അല്ലാതെ ഭക്തി അല്ലാത്ത ആൾക്കാർക്ക് ശ്രേഷ്ഠ ഉണ്ടായിരിക്കില്ല. അയാളുടെയായിരിക്കും ശ്രേഷ്ഠത, ഓപ്പോസിറ്റ് എന്തായിരിക്കും അതായിരിക്കും ഇല്ലേ. അപ്പോൾ സാധുരേവസ്യ ഏവ, തീർച്ചയായിട്ടും സാധുരേവസ്യ മന്ത്രവ്യ കരുതണം. ആരെയാണ് കരുതേണ്ടത്? സുദുരാചാരോ അല്ലേ. ആരാ ഇതിൽ ശ്രേഷ്ഠം എന്ന് പറഞ്ഞത്? അഭിചേത്സു ദുരാചാരോ. ആൾ ദുരാചാരന. എന്താ ദുരാചാരം ആവാൻ കാരണം? ഭഗവാൻ ഭജിക്കുന്ന ആളാണ്. എങ്ങനെ, എന്ത് പറ്റിയ ആൾക്ക്? അഭിഷേക് ദുരാചാരോ ഭജനേമാം അന്യന്യവാക്. എന്നെ മറ്റൊന്നില്ലാതെ ഭജിക്കുന്നുണ്ട്. ആൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ്, ഒരു മിസ്റ്റേക്ക് പറ്റി നടന്നു, വീണുപോയി നടന്നു ഏതെങ്കിലും തരത്തിൽ. അതാണ് കാരണം. അഭിഷേക് ദുരാചാരോ ഭജനേമാം അന്യന്യവാക് സാധുരേവ സമന്തവ്യ. തീർച്ചയായിട്ടും ആൾ സാധു തന്നെയാണ്. സാധു സംഘം, സത്സംഗം. എന്താണ് അർത്ഥം സത്സംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ശ്രേഷ്ഠന്മാരുടെ സംഘം നടന്നു. പറഞ്ഞില്ലേ? സാധു എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ മീനിങ് എന്താ പറഞ്ഞ്? ശ്രേഷ്ഠൻ.
അല്ലേ? അപ്പോൾ എന്താ സാധുരവസം എന്താ സത്സംഗം എന്ന് വെച്ചാൽ അർത്ഥം സാധു സംഘം എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാരുടെ സംഘം. ശ്രേഷ്ഠന്മാരാരാ ശരിക്കും പറഞ്ഞ് നമ്മൾ കൃഷ്ണ പോകുന്ന ആൾക്കാരുടെ സംഘം എന്നതാണ് ശ്രേഷ്ഠ സംഘം എന്നർത്ഥം അല്ലേ? അരയന്നങ്ങളുടെ സംഘം എന്നർത്ഥം, കാക്കകളുടെ എല്ലാം നടത്തും. മനസ്സിലല്ലേ? അല്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതായത് കൃഷ്ണാബോധം വാസുദേവന് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, കൃഷ്ണ അല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ട്, ആ സംഘം എന്ത് സംഘമാണ്? കാക്ക സംഘമാണ്. മനസ്സിലായില്ലേ? അത് കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് സംഘമാണ് അത്? അരയന്ന സംഘം. അയദ്വജസ്ചിത്രപദം പരേദേശോ, ഏത് വാക്കുകളാണോ ചിത്രപദം അലങ്കരിക്കാത്തത്, ഹരേർ യശോ, ഹരിയുടെ യശസ്സിനെ കുറിച്ച് ഏതു വാക്കുകളാണോ വരാത്തുന്നത്, അതാണ് എന്താണ് യദ്വജസ് എന്ന വാക്കുകൾ എന്തായിരിക്കും? ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? യദ്വജസ് ചിത്രപദം എന്ന് വെച്ചാൽ അലങ്കരിക്കുക എന്നാണ്. ഹരേർ യശോ, ചിത്രപദം ഹരേർ യശോ, ഹരിയുടെ യശസ്സിനെ കുറിച്ച് ഏത് വാക്കുകൾ അലങ്കരിക്കുന്നില്ല. മനസ്സിലായില്ലേ? യദ്വജസ് ചിത്രപദം ഹരേർ യശോ ജഗത് പവിത്രം പ്രകടീത കരയിച്ച്. ഈ ഹരിയുടെ യശസ്സിനെ പറ്റി പറയുമ്പോൾ അതെന്താ ഉണ്ടാകുന്നു? ജഗത് പവിത്രം, കംപ്ലീറ്റ് യൂണിവേഴ്സിനെ അത് പവിത്രമാക്കുന്നു. ഹരിയുടെ യശസ്സിനെ കുറിച്ച്, ഹരിയുടെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ജഗത് പവിത്രം പ്രകടീത കരഹിച്ച് തദ്വായസം തീർത്ഥ, അത് കാക്കകളുടെ തീർത്ഥസ്ഥലമാണെന്ന് പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞത്, കാക്കകളുടെ സ്ഥലമാണെന്ന്. എങ്ങനെയാണെങ്കിൽ ഹരിയുടെ യശസ്സിനെ കുറിച്ച് പറയാത്ത ഏത് സദസ്സും നടത്താം, അങ്ങനെ അർത്ഥം. അല്ല, ഏറ്റവും വലിയ സദസ്സായിരിക്കാണത്. ഇവിടെ കാണുന്ന ആൾക്കാരുടെ മാന്യന്മാരും ശ്രേഷ്ഠന്മാരെയൊക്കെ ആയിരിക്കാം, പക്ഷെ അതല്ലാതെ ഭഗവാൻ ഇവിടെ പറയുന്നത്, ഭാഗവതം പറയുന്നത് അതങ്ങനെയല്ല. അത്ര ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാരായാലും ആയിക്കോട്ടെ. അതെന്താണ്? തദ്വായസം തീർത്ത മുഷ്യന്തി മാനസാന എത്ര ഹംസ നിരമന്തി ശിക്ഷയ. ഹംസങ്ങൾ, അരണ്യങ്ങൾ അവിടെ വരില്ല എന്ന്. അവരെവിടെ പോവുക? കാക്ക കൂടുന്ന സ്ഥലത്താണ് അവർ പോകുന്നത്. അവരെവിടെയുണ്ടോ? അരണ്യങ്ങൾ എവിടെ ഉണ്ടാവുക? നല്ല അസല് പ്രകൃതി രമണീയതയുള്ള താമരകളുള്ള നല്ല അസല് പൊയ്കളിലേക്ക് ആയിരിക്കും അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ശ്രേഷ്ഠന്മാരും അല്ലാത്ത ആൾക്കാരുടെ സ്ഥലങ്ങൾ, അതായി പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ ദുരാചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ തീരെ ഭഗവാനെ ഭജിക്കാത്ത ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വീണ് പോയ ഒരാൾ ജസ്റ്റ് ജപം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൃഷ്ണാവോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വീണുപോയി. തൽക്കാലം വീണ് പോയിട്ട് എന്താ ചെയ്യുന്നത്? ആൾ തൽക്കാലം മിസ്റ്റേക്ക് പറ്റി. എന്താ ചെയ്യുന്നത്? ഭജതേ മാം അനന്യഭാഗ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. യാതൊരു വ്യതിചലും ഇല്ലാതെ കൃഷ്ണൻ തന്നെയാണ് ഭജിക്കുന്നത്. മിസ്റ്റേക്ക് പറ്റി കിടക്കും, പക്ഷേ എന്ത് ചെയ്യുന്നു? അയാൾ ഒരടി പോലും നീങ്ങാൻ സമ്മതിക്കുന്നില്ല കൃഷ്ണ ആ ഭാഗത്ത് നിന്ന്. അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്താണ്? അനന്യഭാഗ് സാധുരവസമന്തവ്യ, അതാണ് പറയുന്നത്. ആ ആൾ സാധു തന്നെയാണ്. ഏത്? കൃഷ്ണ കോൺഷ്യസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വീണ് പോയിട്ട്, പക്ഷേ നിങ്ങൾ ഒരിക്കലും വീണ് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്തു, കാര്യമായിട്ടുള്ള മിസ്റ്റേക്കായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ കൃഷ്ണനെ വിടുന്നില്ല, അതെൻ്റെ കാര്യം. കൃഷ്ണനെ വിടുന്നില്ലെങ്കിൽ അത് ആരാണ്? അത് സാധു തന്നെയാണ്. ആരായി പറയുന്നത്? ഭഗവാൻ. ആരെയും ഭഗവാൻ എന്ന് പറഞ്ഞ് പേര് പറയണം കൃഷ്ണനെ. കൃഷ്ണൻ തന്നെ പറയണം ഉറപ്പിച്ചിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാനുള്ള ഉദ്ദേശമുണ്ട്. ഓക്കെ, പല ആൾക്കാരും ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭാഗവത ഭാഷ തന്നെ നാരദ ഭാഷ ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയും. അദ്ദേഹത്തിനോടുള്ള ആ സ്പെഷ്യൽ റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. അല്ലാണ്ട് കൃഷ്ണനായിട്ടല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൃഷ്ണൻ തന്നെയുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ പരമാത്മാ അല്ലെങ്കിൽ പരമേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്, കീർത്തിക്കുന്നുണ്ട്. അങ്ങനെ പലരും കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ല, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആരത് പറയുന്ന? ആരാ പറഞ്ഞത്? കൃഷ്ണനാണ് പറയുന്നത്.
അതായത് കൃഷ്ണ ഭജിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് കൃഷ്ണനെ മറ്റൊന്നില്ലാതെ കൃഷ്ണൻ തന്നെ കണ്ട് ഭജിച്ചുകൊണ്ടിരുന്ന ആൾക്ക് വീഴ്ച പറ്റി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു നടത്തും അതിൻ്റെ കാര്യം അല്ലേ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യണേ, അതായത് മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. സെയിം റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്യ വാക്ക് എന്നുള്ള അതുണ്ടല്ലോ, അതായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആൾ സാധു എന്നുണ്ട്. പൈസ ഒന്നും ഇല്ലാത്ത ആളെന്ന് അർത്ഥം. സാധുക്കൾ അല്ലേ. എന്താ സാധു ശരിക്കും? ശ്രേഷ്ഠൻ. ആരാ ശ്രേഷ്ഠൻ? കൃഷ്ണഭക്തൻ. കൃഷ്ണഭക്തൻ. സാധുരാവസമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ അല്ലേ. ആൾ എന്താ വ്യതിചലിക്കാതെ പോകുന്നു എന്നർത്ഥം. വ്യവസ്ഥിത വ്യവസായാത്മിക ബുദ്ധി ഗീതയിൽ പറയുന്നില്ല, ആദ്യം പഠിച്ചില്ലോ. ഏകേ ഗുരുനന്ദന ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, തെറ്റാതെ കറക്റ്റായിട്ടുള്ള വഴി അചഞ്ചലം നടന്നു. അതാണ് വ്യവസായാത്മിക ബുദ്ധി. ബുദ്ധിക്ക് ചഞ്ചലമൊന്നുമില്ല. വ്യവസായ ആത്മിക ബുദ്ധി ഏകേഹി കുരുനന്ദന. കുരുനന്ദന ഒരൊറ്റ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വഴിക്കാണ് പോകുന്നത്? കൃഷ്ണനിലേക്ക്. വ്യവസായാത്മക ബുദ്ധി എങ്ങനെയാണ് പോകുന്നത്? ഒരേ വഴിക്കാണ് പോകുന്നത്. വ്യവസായാത്മക ഏകേഹി കുരുനന്ദന. കുരുനന്ദന ഇത് ഒരൊറ്റ ഒന്നിലേക്ക് മാത്രമേ പോയുള്ളൂ. ബഹുശാഖാഹി അനന്തശ്ച ബുദ്ധയ അവ്യവസായിനാം. ഈ അവ്യവസായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായ ബുദ്ധി അല്ലാത്ത ആൾക്കാർ ഓപ്പോസിറ്റ് നടത്തും. അവർ എന്താ ബഹുശാഖ, അവരുടെ ബുദ്ധി പോണത് പല ശാഖകളായിട്ട് പോകും. മനസ്സിലായില്ല? അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവർക്ക് കിട്ടില്ല നടത്തും. അതാണ് കാര്യം. ആ വ്യവസായാത്മക ബുദ്ധി ഇവിടെ അവ്യവസായി ഞാൻ പറഞ്ഞില്ല. ഇവിടെ ആ വ്യവസായിന അതിൻ്റെ അവ്യവസായം. നമ്മൾ വ്യവസായം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് അല്ലേ. ഇതും ബിസിനസ് തന്നെയാണ്. കൃഷ്ണ കോൺഷ്യസ് ബിസിനസ് അത് മനസ്സിലായി. ഇത് കൃഷ്ണ കോൺഷ്യസ് ബിസിനസ്. അപ്പം അങ്ങനെ ബഹുശാഖായി ആയിട്ട് പോകാൻ പാടില്ല. എങ്ങനെ പോകണം? വ്യവസായാത്മിക ബുദ്ധി, ഉറച്ച ബുദ്ധി. അതാണ് ഇതിൽ പറയുന്നത്. കൃഷ്ണൻ എന്താ പറയുന്നതിൽ? അഭിചേസു ദുരാചാരോ ഭജനേമ മനന്യ സാധരവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ വ്യവസ്ഥിത. എന്താണ് വ്യവസ്ഥിത? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും ഉണ്ടായിരിക്കുന്നതൊന്നും അറിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കിട്ടിയോ? എന്താണെന്ന് പറയുന്നത്? കയ്യിൽ കിട്ടുന്നുണ്ടോ? എന്തായാലും പറയുന്നത് ഒരു ദുരാചാരനായാൽ പോലും നടത്തും. ആ ദുരാചാരം ഇതിൽ പ്രോപ്പാത് വളരെ ക്ലിയറായിട്ട് ഇതിൻ്റെ ലെക്ചറിൽ പറയുന്നുണ്ട്. ദുരാചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നുള്ള വീഴ്ച നടത്തും ആണ് എൻ്റെ കാര്യം. അല്ലാതെ മോശമായിട്ടുള്ള ആൾ എപ്പോഴും ജീവിതകാലം മുഴുവൻ ദുരാചാരന്മാരായിരിക്കുന്ന ആൾക്കാരുടെ കാര്യമില്ല പറയുന്നത്. ഡ്യൂട്ടി ഭക്തനാണ്, പക്ഷേ ടൈം ബി മിസ്റ്റേക്ക് പറ്റിയിരുന്നത്. പക്ഷേ അയാൾ കണ്ടിന്യൂ ചെയ്യുന്നു. എങ്ങനെ? വ്യവസായ ബുദ്ധി. ഒരേ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ സാധു തന്നെയാണ്. ഭാരതം ശ്ലോക സുദുരാചാര എന്ന വാക്ക് അർത്ഥഗർഭമാണ് ഇവിടെ. അത് വേണ്ടുന്ന വിധത്തിൽ മനസ്സിലാക്കണം. ബദ്ധനായ ജീവാത്മാവിൻ്റെ പ്രവർത്തനം രണ്ട് വിധത്തിലാണ്. ഒന്ന് ബദ്ധാവസ്ഥ സഹജം, മറ്റേത് മൗലികം. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്? ബദ്ധാവസ്ഥ ആൾക്കാരാണ് അല്ലേ. ബന്ധനസ്ഥന്മാരല്ലേ നമ്മളെല്ലാവരും. കണ്ടീഷൻ സോൾ എന്ന് പറയും അല്ലേ. അങ്ങനെയാണ്. അങ്ങനെ ആൾക്കാർക്ക് ഏത് തരത്തിൽ പോകുന്ന രണ്ട് തരത്തിലുണ്ടെന്ന്. എങ്ങനെയത്? ഒന്ന് ബദ്ധാവസ്ഥ സഹജം, മറ്റേത് മൗലികം. ദേഹരക്ഷയ്ക്കും സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ അനുസരിക്കുന്നതിനുമായി ഏത് ഭക്തനും ബദ്ധജീവിതത്തോടനുബന്ധിച്ച് സ്വജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും ഇല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഇല്ലേ. ആർക്കും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രവർത്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? പലതരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിരിക്കാം ഇല്ലേ. പല വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം സ്വന്തം ജീവിതം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബോഡിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്
ഇല്ലേ? അപ്പോൾ നമുക്ക് പ്രവർത്തനമുണ്ട്. അപ്പോൾ നമ്മൾ ആ രണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ടായിരിക്കും സാധാരണ ആൾക്കാർക്ക്. ഒന്ന് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ബോഡിക്ക് വേണ്ടിയൊന്നും, മറ്റൊന്ന് ആത്മീയമായിട്ട്, രണ്ടും. അപ്പോൾ ഇവരെ സ്വജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. അവയെ ബദ്ധാവസ്ഥ സഹജങ്ങൾ എന്ന് പറയുന്നു. ബദ്ധാവസ്ഥയിൽ ഒപ്പം ഉണ്ടാവുന്നതാണ് ഇത്, ഈ രണ്ട് പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. ഇവയ്ക്ക് പുറമെ തൻ്റെ ആധ്യാത്മിക പ്രകൃതിയെപ്പറ്റി പൂർണ്ണബോധമുള്ള കൃഷ്ണാബോധസ്ഥനായ അഥവാ ഭക്തിയുത ഭഗവത് സേവന നിരതനായ ഒരു ജീവന് ആധ്യാത്മികങ്ങളായ പ്രവർത്തികളുമുണ്ട്. അപ്പോൾ ഇവർക്ക് കൃഷ്ണാബോധത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആധ്യാത്മികമായിട്ടുള്ളതും പ്രവർത്തിക്കാനുണ്ട്, അല്ലേ? കുഴപ്പമില്ല. ഏതാ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? അപ്പോൾ ഇവിടെ ബന്ധനാവസ്ഥയിലുള്ള ആൾക്കാർക്ക് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതാ രണ്ട്? ഒന്ന് ആധ്യാത്മികമായിട്ട് പ്രവർത്തിക്കാനുണ്ട് അവർക്ക്, മറ്റൊന്ന് ഭൗതികമായിട്ടും പ്രവർത്തിക്കാനുണ്ട്, ഇല്ലേ? ഇവ തൻ്റെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നവയാണ് ഭക്തിപൂർവമുള്ള സേവനമെന്ന് ഇതിനെ പറയുന്നു. അതായത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്തിയുടെ സേവനമാണ് അത്. രണ്ടും ചെയ്യുന്ന എന്താണ്? ഒന്ന് ആത്മീയമായിട്ടുള്ളതാണ്, പക്ഷേ ആ ശരീരം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്താണ്? നമ്മുടെ സ്വരൂപം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഈ ഭൗതിക ബോഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയൊന്നുമില്ല. നമ്മുടെ മൂലസ്വരൂപം മാറി എന്നർത്ഥം. ഒറിജിനൽ സ്വരൂപം എന്താണ്? നമ്മുടെ ആത്മീയ സ്വരൂപം, ആത്മീയ സ്വരൂപം നമ്മുടെ. പക്ഷേ ആത്മ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആത്മീയ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്, അല്ല, നമ്മൾ ഭൗതിക സ്വരൂപത്തിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി വേണം. അപ്പോൾ എന്ത് വേണം? ഇത് വേണം. ഇതില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല. ഇത് മാത്രം ഉണ്ടായ കാര്യമുണ്ടോ? ആത്മീയമുള്ള കാര്യം അറിയണം, അല്ലെങ്കിൽ ഇതും കിട്ടിയിട്ട് കാര്യമില്ല, അതെ പോയി. അങ്ങനെയാണ്. അപ്പോൾ ആ രണ്ട് തരത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ. ഇവ തൻ്റെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നവയാണ്. അതായത് നമ്മുടെ സ്വരൂപം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? സ്വരൂപം ശരിക്കും നമ്മുടെ സ്വരൂപം. മുക്തിഹിത്വ അന്യതായ രൂപം സ്വരൂപേണ വ്യവസ്ഥിതി ഭാഗത്തും പറയുന്നത്. അതായത് മുക്തി, നമുക്കിതിന്ന് മുക്തി കിട്ടുകയാണ്. ഇന്ന് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ശരീരം ഉണ്ടല്ലോ, ഈ ശരീരത്തിൽ നമുക്ക് ബുദ്ധി കിട്ടാം. അപ്പോൾ എന്തുണ്ടാവും? മുക്തിഹിത്വ അന്യതായ രൂപം. ഇത് നമ്മുടെ സ്വരൂപമല്ല. അത് ആരുടെയാണ്? ഫോറിൻ ശരിയാണ്, നമ്മുടെ ശരിയല്ല. അന്യതാ രൂപമാണ്. മുക്തിഹിത്വ അന്യതാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായുള്ള മുക്തി, ശരിയായ ലിബറേഷനിൽ കടന്നു കഴിഞ്ഞാൽ ഈ അന്യരൂപം വിട്ട് നമ്മളുണ്ടായി സ്വരൂപേണ വ്യവസ്ഥിതി. യഥാ സ്വരൂപം ആണ് ഇതിൽ പറയുന്നത്. എന്താ നമ്മുടെ സ്വരൂപം? ആത്മീയ സ്വരൂപം, ആത്മീയമായിട്ടുള്ള നമ്മുടെ ശരീരം, അതാണ് നമ്മുടെ സ്വരൂപം. ഇതിപ്പോൾ ഇല്ല, നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ വിട്ടു കളഞ്ഞു. അങ്ങനെയാണ് ഇവിടെ. ഇവ തൻ്റെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നവയാണ്. അതായത് ഭക്തിയുടെ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് നമ്മുടെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നതാണ്. ഭക്തിപൂർവമുള്ള സേവനമെന്ന് ഇതിനെ പറയുന്നു. ബദ്ധാവസ്ഥയിൽ ചിലപ്പോൾ ഈ സേവന കർമ്മവും ശരീര സംബന്ധിയും ബദ്ധാവസ്ഥാജന്യവുമായ പ്രവൃത്തിയും സമാന്തര രേഖകൾ പോലെ ഒത്തുനീങ്ങാറുണ്ട്, ഇല്ലേ? ബദ്ധാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈനിൽ നമ്മുടെ ഭൗതിക ജീവിതം കൊണ്ടുപോകും, മറ്റേ ഇതിൽ ഭക്തിക്ക് വരും, കൃഷ്ണാബോധത്തിന് വരും, നാമം ജപിക്കും, അല്ലേ? ഭാഗവതം വായിക്കും, ഗീത വായിക്കും, അല്ലെ? ആൾക്കാരെ ഡിസ്കസ് ചെയ്യും ഭാഗവതം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കും. അതും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ തന്നെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ശരീരം, അന്യ ശരീരം ഉണ്ടല്ലോ നമുക്ക്, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ടും കൂടി കണക്റ്റഡാണ്. അതെ, അതില്ലാതെ നമുക്കിത് നടക്കില്ല. ഇതില്ലാതെ അത് അങ്ങനത്തെ ഒരു സ്ഥിതി നമുക്ക്. ഇതിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥിതി നമ്മൾ അത് നമുക്ക് മോശം ആണ് ഈ ശരീരം. ഇത് നമുക്ക് കാര്യമില്ലാതെ പറയുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം അറിയണം നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റായിട്ട് പറയുന്നത് ഒരു ആത്മഹത്യ. ആത്മാവിനെ ഹനിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഫസ്റ്റ് ശ്ലോകത്താൻ പറയുന്നത്, അല്ലേ? എന്നാ ഹന്യമാനെ, അല്ലേ? എന്നാ ഹന്യമാനെ ഹനിക്കാൻ കഴിയില്ല.
എന്തുകൊണ്ട് സാധിക്കില്ല? ആത്മാവിനെ എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് കാണാൻ തന്നെ പറ്റില്ല, പിന്നെ ഇനി ഹനിക്കാൻ പറ്റുന്നത് ഇല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ എങ്ങനെ ഹനിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്. അപ്പോൾ അതിനെ നമ്മൾ ഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇപ്പോഴും പേപ്പറിലൊക്കെ വലിയ വലിയ ആൾക്കാർ പറയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഒക്കോവലൊക്കെ ഉപയോഗിച്ച് വളരെ കാര്യങ്ങൾ പറയുന്ന വലിയ പ്രാസംഗികന്മാരൊക്കെ പറയും ആത്മഹത്യയാണ്. അത് ആത്മഹത്യ ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. ആത്മാവിനെ ഹനിക്കാൻ കഴിയില്ല. ദേഹഹത്യ എന്ന് പറയാം, മനസ്സിലായില്ലേ? ആത്മഹത്യ അതാ നമ്മളിപ്പോൾ ഹനിക്കുക, ദേഹഹനിക്ക് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? പിന്നെ നമുക്ക് അന്ന് പ്രഭു പറഞ്ഞില്ലേ, നമുക്ക് ശരീരം കിട്ടില്ല, പിന്നെ ഇല്ലേ? ഈ ശരീരം കിട്ടില്ല. ഈ ശരീരത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അർത്ഥം. ഈ ശരീരം പോയിട്ട് ആത്മാവിന് വേറെ ശരീരമില്ലാത്ത സമയം ഒന്ന് ആലോചിച്ച് നോക്കും. ഗോസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഈ ഗോസ്റ്റ് എന്ന് പറയുന്നത്. പ്രേതം, പിശാച് എന്നൊക്കെ അതായി, കാരണം ബോഡിയിലോ. പക്ഷേ കോൺഷ്യസ് ഉണ്ട്, സറ്റിൽ കോൺഷ്യസ് പ്രവർത്തിക്കുന്നുണ്ടായാൽ എല്ലാം വേണം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന, നമുക്ക് മനസ്സ് വിചാരിക്കും നടക്കാമെന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റും. അതിനാണ് ബോഡി വന്നിരിക്കുന്നത്, അല്ലേ? നമുക്ക് നടക്കാൻ പറ്റും, ഇല്ലേ? പക്ഷേ അത് പ്രയത്നം പറ്റില്ല, വിചാരിച്ച കാര്യമൊന്നും നടക്കില്ല ബോഡിയിൽ, ഇല്ലേ? പിന്നെ ഏതെങ്കിലും മറ്റൊരു ശരീരത്തിലേക്ക് ചെന്ന് കയറി ആകെ പ്രയാസം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും വേണം നടത്തും. രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം. ഈ ശരീരം വേണ്ടെന്നല്ല, ഈ ശരീരം വേണം നമുക്ക്. ഈ ശരീരം എന്തിനു വേണ്ടി വേണം? പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? പ്രസാദം കഴിക്കാൻ വേണ്ടേ? ശരീരം നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റും, അല്ലേ? പ്രസാദം കഴിക്കാനും അതുപോലെ തന്നെ ഭക്തിഗത സേവനം ചെയ്യാൻ. പ്രസാദം കഴിക്കലും ഭക്തിഗത സേവനമാണ്. ഹരേ കൃഷ്ണ. ഒക്കെ സമാന്തരമായിട്ട് നീങ്ങാറുണ്ട്. പക്ഷെ ചില സമയത്ത് മറ്റ് ചിലപ്പോഴൊക്കെ ഇവ ഒന്നിനൊന്ന് വിപരീതമായും വരാം. രണ്ട് ലൈനും എന്താവും? വിപരീതമായിട്ട് വരും. മറ്റേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമാന്തര രേഖയായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടായിരിക്കും. പക്ഷെ മറ്റേ എന്താ വിപരീതമായിട്ട് എങ്ങനെയാണ് വരുന്നത്? ഓപ്പോസിറ്റായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഒരു ഭക്തൻ തൻ്റെ സമഗ്രാവസ്ഥയ്ക്ക് തകരാറ് വരുത്താവുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിക്കുക പതിവാണ്. തൻ്റെ പ്രവൃത്തികളുടെ അന്യുന്നത കൃഷ്ണാവബോധത്തിൻ്റെ ക്രമികമായ സാക്ഷാത്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ആൾക്കറിയാം. അതായത് കൃഷ്ണാവബോധത്തിലല്ലാതെ വരുമ്പോഴാണ് ഇത് ഓപ്പോസിറ്റായിട്ട് പോകണമെന്ന് അർത്ഥം. അല്ലെങ്കിൽ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് നമ്മുടെ ഇസ്കോൻ്റെ തന്നെ ഗുരു പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ഗുരുവിൻ്റെ കാര്യമൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? ഗുരു എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ സമാന്തരമായിട്ട് നമുക്ക് മറ്റൊരു മാനേജ്മെൻറ്റ് ലെവല് ഉണ്ട്. ഗുരു വേറെ രണ്ട് ലൈനായിട്ട് സമാന്തരമായിട്ട് പോകണമെന്ന് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടും കൂടി അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഇല്ല, ഇസ്കോണിൽ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും. ഗുരു ശിഷ്യ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് ലൈനുണ്ട്, രണ്ട് അതോറിറ്റി. ഒരു അതോറിറ്റി വെച്ചാൽ മാനേജർ അതോറിറ്റി, മറ്റൊന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള അതോറിറ്റി, ഗുരു കണക്ഷൻ. രണ്ട് അതോറിറ്റി തന്നെ, പക്ഷേ ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാൾക്കാരും അങ്ങൊന്നും വിപരീതമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നർത്ഥം. രണ്ടാൾക്കാരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇസ്കോണിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അങ്ങനെ അതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആത്മീയമായിട്ട് ലൈൻ നമ്മുടെ പോകുന്നുണ്ട്, ഭൗതികമായിട്ട് മറ്റൊന്ന് പോകുന്നു. പക്ഷേ ഇതുണ്ടാവാൻ പാടില്ല. അതായത് ആത്മീയത്തിനെതിരായിട്ടുള്ള ഒന്നും വരാൻ പാടില്ല. അങ്ങനെ വേണം പോകാനായിട്ട്. തൻ്റെ പ്രവൃത്തികളുടെ അന്യുന്നത കൃഷ്ണാവബോധത്തിൻ്റെ ക്രമീകമായ സാക്ഷാത്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ആൾക്കറിയാം. എന്നിരിക്കലും ചിലപ്പോൾ കൃഷ്ണാവബോധനായ ഒരു മനുഷ്യൻ സാമൂഹികമായോ രാഷ്ട്രീയമായോ ഹീനമായി ഗണിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വരാം. ഇതാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ കൃഷ്ണാവബോധത്തിലുള്ള ആൾ തന്നെ ഹീനമായിട്ടൊരു പ്രവൃത്തി ചെയ്തു എന്നർത്ഥം. ആണ് കാര്യം. അതാണ് ആ പറയുന്നത് അഭിചേത്സു ദുരാചാരോ. അതാണ് ആ ദുരാചാരം. അത് ആ സമയത്ത് അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താൽ പോലും നിർത്തം. പക്ഷെ ആ പ്രവൃത്തി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം? അനന്യഭാഗ്, അല്ലേ? വിവസ്ഥിത വ്യവസായാത്മക ബുദ്ധി. ആ ബുദ്ധിയിലാണ് പോകുന്നത്. ഒരു സ്ഥലത്തും കറങ്ങുന്നില്ല. എന്താണ്? കൃഷ്ണൻ തന്നെ എന്നുള്ള രീതിയിൽ, വേറെ ഒന്നുമില്ല, അല്ലേ? എന്താ നമ്മുടെ
ശിക്ഷാശത്തിൽ കൃഷ്ണൻ തന്നെ എന്ന് പറയുന്നത് ലാസ്റ്റിൽ യഥാർത്ഥത വിധത്തിലുംപെടും മത്പ്രാണനാഥ സുസ ഗുഡ്. എങ്ങനെ തന്നെയായാലും ശരി, ഭഗവാൻ തന്നെ എന്ത് ചെയ്താലും ശരി, എന്നെ ആശ്ലേഷ്യവാം പാദരനാം പുനഃശ്രമ, എന്നെ ആശ്രയിച്ചാലും കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മരിച്ചാലും നടത്തും. എന്തിനെന്നെ നയിച്ചാലും യഥാ തഥാവ വിധാതുലം ഭടോ മത് പ്രാണനാഥാസ്തു സ ഏവനാഥ. എൻ്റെ പ്രാണനാഥൻ അത് തന്നെയാണെന്ന്. എന്നെ എന്ത് ചെയ്യാറുള്ളത്? ഓ കൃഷ്ണൻ, ഞാനിങ്ങനെ ജപിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, എന്നിട്ട് എനിക്ക് ലോട്ടറി കിട്ടിയില്ല. ഒരു സങ്കടമാണ്, മനസ്സിലായില്ലേ? എന്താ കൃഷ്ണൻ ശരിയല്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കാം എന്നുള്ളതാണ് ഇനി. അപ്പോൾ അപ്പോഴേക്കും മറ്റു പല ആൾക്കാരും പറയും അവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്, അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇതങ്ങനെയല്ല. ഇതെന്താ എങ്ങനെയാണ്? യഥാതഥാവ വിധത്താത്തിലെമ്പടോ. എൻ്റെ പ്രാണനാഥൻ ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. എന്ത് തന്നെ ചെയ്താലും നടത്തും. എന്നെ ആശ്ലേഷിച്ചാലും എന്നെ ചവിട്ടി വിരിച്ചാലും കൃഷ്ണൻ തന്നെ എന്നുള്ളത്. അതാണ് ഇത് പറയുന്ന വ്യവസായാത്മക ബുദ്ധി. അപ്പോൾ അത്തരം ആളുകൾ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇമ്മീഡിയറ്റായിട്ട് കറക്റ്റാവുന്ന അർത്ഥം. ആണ് അപ്പോഴും സാധു തന്നെയാണെന്നാണ് പറയുന്നത്. സാധു രവസമന്തവ്യ എന്നാണ് പറയുന്നത്. ആ ക്ഷണികമായ പതനം അയാളെ അനർഹനാക്കി കളയില്ല. അനർഹൻ ഒരു വ്യക്തി പതിതനായി പോയാലും ഉള്ളഴകി ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഹൃദയസ്ഥനായ ഭഗവാൻ അയാളെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ഭാഗവതം പറയുന്നു. പൂർണ്ണമായി ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു യോഗിയെപ്പോലും ബാധിച്ചേക്കാവുന്ന വിധം കരുത്തുറ്റതാണ് ഭൗതികതയുടെ മാലിന്യം.